ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റി പറയുന്നു. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ദൈത്യന്മാരുടെ പരമമായ ഗുരുവാണ്, അസുരന്മാരുടെ ആചാര്യനാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴമാണ്, അസുരന്മാരുടെ ആചാര്യനാകുന്നു ശുക്രൻ. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലെ വ്യത്യാസം. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയും പ്രദാനം ചെയ്യും. വീട്, ആഡംബരം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, സ്ത്രീ സുഖം, തൗര്യത്രികം, പാട്ട്, സംഗീതോപകരണങ്ങൾ, നൃത്തം, എന്തൊക്കെയാണ് ഭൗതിക സുഖങ്ങൾ. വലിയ വീട്, ബംഗ്ലാവ് ഉണ്ടാക്കുക, ജീവിതം സുഖിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണമാണ്. ശുക്രൻ ഇതാ മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നു. നീച സ്ഥിതി എവിടെയാണ്? കന്നി 27-ാം തീയതി. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രം മൂലക്ഷേത്രം തുലാം, സ്വക്ഷേത്രം എവിടെയാണ്? ഇടവത്തിലാകും. ശുക്രനെ കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ലോട്ടറി ലഭിക്കുമോ? ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കലും കച്ചവടം ഒക്കെ ചിന്തിക്കുമ്പോൾ ബുധൻ്റെയും ശുക്രനും യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ശുക്രനും ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണെന്ന് അറിയുക. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കാരകത്വമാണ് ശുക്രൻ. വാങ്ങലും കൊടുക്കലും, ഭൗതികമായ സുഖങ്ങൾ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശുക്രൻ സ്വന്തം ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? മാർച്ച് മാസം 1-ാം തീയതി പ്രവേശിച്ചു. കുംഭം 17-ന് പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് എത്ര ദിവസമുണ്ട്? 25 ദിനങ്ങളാണ് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 1-ന് അദ്ദേഹം മീനൻ രാശിയിലേക്ക് വന്നു. മാർച്ച് 25-ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് പോകും. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക, തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു? 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഉച്ചസ്ഥനായി നിൽക്കുന്നു 10-ാം ഭാവത്തിൽ. മിഥുനൻ രാശിക്കാർക്ക് ഏതൊക്കെ ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ? അവരുടെ 5-ാം ഭാവാധിപനാണ്. അവരുടെ മക്കൾ, ബുദ്ധി, പഠനം, പ്രതിഭ, വിവേകശക്തി, പൂർവികമായ പുണ്യം, അവരുടെ മന്ത്രം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. പിന്നീട് ശുക്രൻ അവരുടെ വൈകല്യവാൻ കൂടിയാണ്. വൈകല്യം എപ്രകാരം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ശുക്രൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. കുട്ടികളുടെ ഉപരിപഠനം, അവരുടെ എല്ലാവിധ സർവതോമുഖമായ അഭിവൃദ്ധിക്കും ഈ 25 ദിവസം ശുക്രൻ വളരെയധികം ചുക്കാൻ പിടിക്കും. അവരുടെ പഠനമായാലും വിദേശയാത്രയായാലും അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും. വീട്ടിൽ പുത്തൻ വിവാഹങ്ങളുണ്ടാകും. സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃഹാത്തി ഉൽപാദനം കർമ്മണം ആജ്ഞ ആലംബനയോശ്ച സിദ്ധിഹി. നല്ല തൊഴിലാളികളെ തനിക്ക് ലഭിക്കും, നല്ല ഭൃത്യന്മാരെ ലഭിക്കും. താൻ ഉദ്ദേശിക്കുന്ന കർമ്മത്തിൽ തനിക്ക് വളരെയധികം ഗുണങ്ങൾ വരും. അതിനാൽ വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഈ ശുക്രൻ മിഥുനൻ രാശിക്കാർക്ക്. ശുക്രൻ 12-ാം ഭാവാധിപനാണ്. വൈകല്യമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നു? അനാവശ്യമായ ഭ്രമം ജീവിതത്തിൽ കാണിച്ച് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഗുരു കർമ്മകെ ഗോത്രവീര്യം രുണദ്ധി ക്ഷയാർത്ഥം ഭ്രമ കിംനവ ആത്മീയേവ. 10-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ, വൈകല്യവാനായി വരുമ്പോൾ, ഗോത്രവീര്യം രുണദ്ധി, തൻ്റെ ഗോത്രത്തിന് വീര്യത്തെ തടയുന്നു. അതിന് കാരണം എന്താണ്? ക്ഷയാർത്ഥം ഭ്രമക്കുന്ന ആത്മീയേവ. തൻ്റെ ഭ്രമത്വം കാരണം തൻ്റെ തറവാട് നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും വേണ്ടാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ തൻ്റെ തലയിൽ വരുമ്പോൾ പല തുഗ്ലക്കിൻ്റെ പരിഷ്കാരങ്ങളും തോന്നും. അനാവശ്യമായ ബാധ്യതകൾ, ഉദാഹരണം ധർമ്മദേവ സങ്കേതം പോലുള്ള സങ്കേതങ്ങളിൽ, അല്ലെങ്കിൽ വല്ല ട്രസ്റ്റിൻ്റെ അധിപനാവുക. ആ സമയത്തൊക്കെ അനാവശ്യമായ ധനപരമായ ബാധ്യതകൾ തൻ്റെ ധർമ്മദേവ സങ്കേതങ്ങളിലോ അല്ലെങ്കിൽ തന്നെ ട്രസ്റ്റ് മുതലായ സംരംഭങ്ങളിലോ ഉണ്ടാക്കുക. എന്നിട്ടോ അതെവിടെയും എത്താതിരിക്കുക. പേരുദോഷം വരും. തുലാമാനതോ ഹാടകം വിപ്രവൃത്യ ജന ആഡംബരെ പ്രത്യേകം വാ വിവാദം. കലഹത്തിലൂടെ ധാരാളം ധനം ലഭിക്കും.
അതിനാൽ പലപ്പോഴും ഈ ഡൈവേഴ്സ് കേസൊക്കെ ഫയൽ ചെയ്യുന്ന വക്കീലന്മാർക്കൊക്കെ അറിയാതെ ക്ലയൻറ്റ് നല്ല കാശുകാരാണെങ്കിൽ അറിയാതെ പല പേരും പറഞ്ഞ് തരികിടയിലൂടെ കാശുണ്ടാക്കും. അതേ രീതിയിൽ വലിയ വലിയ കമ്പനികളുടെ സ്വന്തം ആളായി അവർക്ക് സഹായിച്ച് അവർ കാര്യങ്ങളെ കൺസൾട്ടൻ്റ് ഏറ്റെടുത്ത് വലിയ ധനം സമാഹരിക്കാം. സ്വർണം ധാരാളം ഉണ്ടാകും. ഈ ഒരു ഘട്ടത്തിൽ പലർക്കും എന്ത് ചെയ്യാം, ഗോൾഡ് മാർക്കറ്റിലൊക്കെ നന്നായി ഇടപെടാം. സ്വർണ്ണമായി ബന്ധപ്പെടുന്ന സ്വർണ്ണക്കട്ടി വ്യാപാരങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പ്രൈവറ്റ് ഫൈനാൻസസൊക്കെ വലിയ സമയമാണ്. അവരുടെ ക്ലയൻറ്റിന് സ്വർണം എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മിഥുന രാശിക്കാരെ ഫിനാൻഷ്യസിന് എന്ത് ലഭിക്കും? കണ്ടമാന സ്വർണം വന്ന് കുമിഞ്ഞുകൂടുന്നൊരു സമയമുണ്ടാകും. മന്ത്രപതിയാകയാൽ നിർബന്ധമായും ശുക്രൻ്റെ മന്ത്രം ചൊല്ലണം. വിദ്യാർത്ഥികൾ, പഠിക്കുന്ന കുട്ടികൾ ഓം സം സരസ്വത്യേ നമഃ എന്ന് പ്രാർത്ഥിക്കുക. ധനപരമായ വിഷയത്തിൽ മുന്നോട്ട് കുതിക്കേണ്ടവർക്ക് കനകധാര സ്തോത്രം ചെയ്യാം. 18 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. ശങ്കരാചാര്യർ രചിച്ചതാണ്. സ്വർണ്ണനെലിക്ക വർഷിക്കുകയാണ് ആ ശ്ലോകം ചെല്ലുമ്പോൾ. അംഗം ഹരേ പുലകഭൂഷണം ആശ്രയന്തി ഭൃംഗംഗരേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരമംഗലീലാം മംഗല്യദാസ്തു മമ മംഗളദേവതായാഹ. വളരെയധികം സൗഭാഗ്യം പ്രദാനം ചെയ്യും. നന്ദി, നമസ്തേ.